ഛത്തീസ്ഗഡിൽ മലയാളി സന്യാസികളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കി തുറുങ്കിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ റാലിയും ധർണയും ഇരിഞ്ഞാലക്കുട വികാരി ജനറൽ മോൺ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺ ജോസ് മാളിയേക്കൽ പ്രതിഷേധ റാലി പതാക കൈമാറി. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ലിജോ മഞ്ഞപ്രക്കാരൻ, പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ, സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ട്രഷറർ ആന്റണി തൊമ്മാന, പത്രോസ് വടക്കുംചേരി, കത്തോലിക്ക കോൺഗ്രസ് PRO ഷോജൻ ഡി വിധേയത്തിൽ, ടെൽസൺ കോട്ടോളി, റീന ഫ്രാൻസിസ്, CI പോൾ, ഡേവിസ് തെക്കിനിയത്ത്, ജോസഫ് തൈക്കൂടൻ, ഫാദർ വട്ടോലി CMI, സിസ്റ്റർ ധന്യ CMC എന്നിവർ സംസാരിച്ചു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിൽ വസിക്കുന്ന ഭാരതീയരായ ഓരോരുത്തരും കണ്ണിലെ കൃഷ്ണമണി പോൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അതിന്റെ 25ാം പരിച്ഛേദത്തിൽ ഖണ്ഡികയിൽ പ്രകാരം ഈ ഭാരതത്തിൽ വസിക്കുന്ന ഏതൊരു പൗരനും നൽകുന്ന മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഏത് മതവിശ്വാസങ്ങളും സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്.